നൈറ്റ് ഒരു 9 o'clock കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒടുക്കത്തെ ഫുഡ് ക്രേവിങ്സ് ആണ്. സോ ഇന്ന് നമ്മൾ ചെല്ലാൻ പോണത് പ്ലേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലേക്കാണ്. ഇൻഫ്യൂസ്ഡ് ചിക്കൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല ദാഹമായിരുന്നു, അതുകൊണ്ട് ആദ്യം തന്നെ ഞങ്ങളൊരു ലൈം ജ്യൂസ് ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ടാങ്കി ഹെർബ് ചിക്കനും അതുപോലെ തന്നെ ക്ലാസിക് ഇറ്റാലിയൻ ക്രീം ചിക്കനും ആണ്. പ്ലേറ്റൊക്കെ വന്നു. നമ്മുടെ ഹെർബ് ചിക്കനും ക്രീം ചിക്കനും ഇതായിരിക്കുന്നു. പിന്നെ മക്കളെ അവിടെ ഒരു തീക്കളിയായിരുന്നു. നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കി കൊണ്ടുവന്നിരുന്ന ചിക്കനൊക്കെ ഈ തീയിൽ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് അവർ. അടുക്കളയിൽ വെച്ച് കുക്ക് ചെയ്യാത്ത ഈ സാധനം എന്തിനാണ് ചേട്ടാ ഇവിടെ കൊണ്ടുവന്ന് കുക്ക് ചെയ്യുന്നതെന്നാണ് കുറുക്കൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചിക്കൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ലായിരുന്നു. നല്ല സോഫ്റ്റ് ആയിരുന്നു. ചിക്കൻ കുറുക്കൻ എടുക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആൾക്ക് ക്രീം ചിക്കൻ നല്ല ഇഷ്ടമായിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ടാങ്കി ഹെർബ് ചിക്കൻ, അത് മൂപ്പര് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഐ തിങ്ക് ഹി ലൈക്ക് ദ ക്രീമി ചിക്കൻ മോർ. പിന്നെ നമ്മൾ ഒരു ക്രിങ്ക്ലി ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദ പേഴ്സൺ ഹു ഇൻവെൻറ്റഡ് ഇറ്റ് നീഡ് എ റൈസ്. കൂടുതൽ ക്രിസ്പി ആയിട്ടുണ്ട് ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന സമയത്ത്. പിന്നെ ഞാനും ട്രൈ ചെയ്തു നോക്കി. എനിക്കിഷ്ടമായതും ക്രീമി ഫ്ലേവറിലുള്ള ചിക്കനാണ്. നമ്മുടെ ടാങ്കി ഹെർബ് ചിക്കൻ ഒരു മിൻറ്റ് ഫ്ലേവർ ആയിരുന്നു. ഇറ്റ്സ് ഗുഡ്, ബട്ട് ഐ പ്രിഫർ ദ ക്രീമി വൺ മോർ. സോ അതെല്ലാം കൂട്ടി ഞാനിപ്പോൾ ഒരു ചെറിയ മിനി ഷവർമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വെച്ചിട്ട്. അടിപൊളിയായിരുന്നു. ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് പ്ലേറ്റ്. അങ്ങനെ ഞങ്ങൾക്ക് ടോട്ടൽ ഒരു 942 rupees ആണായത്. ഇറ്റ് വാസ്